السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. من تذكر جيران بذي سلم مزجت دمعا جرى من مقلة بدمي. നമ്മുടെ ഖസീദത്തുൽ ബുർദയുടെ വിശദീകരണം ആരംഭിക്കുകയാണ്. വരികളിലേക്ക് പ്രവേശിക്കുകയാണ്. ബുർദയുടെ ആമുഖ വിഷയങ്ങളെക്കുറിച്ച് 5-6 ക്ലിപ്പുകൾ വിശദമായി തന്നെ മുമ്പ് നമ്മൾ സംസാരിച്ച് വിട്ടിട്ടുണ്ട്. ബുർദയുടെ രചയിതാവ്, രചനാ പശ്ചാത്തലം, ബുർദ പാരായണം ചെയ്താലുള്ള ഗുണങ്ങൾ, പാരായണം ചെയ്യുന്നതിനുള്ള നിബന്ധനകൾ, അതുപോലെ ബുർദയുടെ ഉള്ളടക്കം ഒക്കെ വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രവാചക പ്രകീർത്തന കാവ്യമായ ഖസീദത്തുൽ ബുർദ ലോകപ്രസിദ്ധമാണ്. വിശുദ്ധ ഖുർആനും തിരുഹദീസും കഴിഞ്ഞാൽ ഇത്രമേൽ ലോകം നെഞ്ചേറ്റിയ മറ്റൊരു രചനയില്ല എന്ന് ഇമാമുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. 160 വരികളാണ് ഖസീദത്തുൽ ബുർദയിലുള്ളത്. 10 ഫസുലുകളിലായിട്ടാണ് ഖസീദത്തുൽ ബുർദയുടെ വദഅ്. പ്രഥമ ഭാഗം അനുരാഗത്തെക്കുറിച്ചും, അനുരാഗം മൂലം, സ്നേഹം മൂലം ഈ കമിതാവിൽ, സ്നേഹിക്കുന്നയാളിൽ പ്രകടമാവുന്ന ഭാവമാറ്റങ്ങളെക്കുറിച്ചുമുള്ള വരികളാണ്. പൊതുവെ കവികൾക്കൊരു ശൈലിയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സ്വന്തത്തിൽ നിന്ന് ഒരാളെ സങ്കല്പിക്കും. യുജദ്ദിദൂന മിൻ അൻഫുസിഹിം ശഖ്സൻ. സ്വന്തത്തിൽ നിന്നും ഒരാളെ സങ്കല്പിച്ച് അയാളെ ആക്ഷേപിച്ചും പഴിച്ചും ഉപദേശിച്ചും അയാളോട് ചോദ്യമുന്നയിച്ചും കൊണ്ടുള്ള ഒരു ശൈലിയാണ് കവികളിൽ പൊതുവെ കാണാറുള്ളത്. ആ ശൈലി തന്നെയാണ് ഇമാമുൽ ബൂസീരി റളിയല്ലാഹു അൻഹു ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. മഹാനവറുകൾ തൻ്റെ സ്വശരീരത്തിൽ നിന്നും ഒരാളെ സങ്കല്പിക്കുന്നു. അയാൾ നിത്യമായി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇടതടവില്ലാതെ കരയുന്നു. ഊണില്ല, ഉറക്കമില്ല, അയാളെ ശരീരമാകെ മെലിഞ്ഞുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ഇമാമവറുകൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ കരയാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന നിങ്ങളുടെ മഹബൂബിനെ, സ്നേഹഭാജനത്തെ ഓർത്തതുകൊണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ പൊതുവെ സ്നേഹിക്കുന്നവരുടെ ഒരു സ്വഭാവമാണ് ആദ്യഘട്ടത്തിൽ സ്നേഹം നിഷേധിക്കും, നിരാകരിക്കും. അങ്ങനെയൊന്നുമല്ല, സ്നേഹത്തിന്റെ പേരിലൊന്നുമല്ല. ഇവിടെ ഇമാമുൽ ബൂസൂരി റളിയല്ലാഹു അൻഹു സ്വന്തത്തിൽ നിന്ന് സങ്കല്പിച്ചു നിർത്തിയ ആ വ്യക്തി ആ സ്നേഹത്തെ നിഷേധിക്കുകയാണ്. എനിക്കങ്ങനെ സ്നേഹം കൊണ്ടല്ല ഞാൻ കരയുന്നത്. അപ്പൊ മഹാനായ ഇമാമവറുകൾ, എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് കരയണം എന്നതിന് തെളിവുകൾ സ്ഥാപിക്കുകയാണ്. നിങ്ങൾ കരയാനുള്ള കാരണം നബിതങ്ങളെ ചിന്തിച്ചതു കാരണമായിട്ട് തന്നെയാണ്, നിങ്ങളെ മഹബൂബിനെ ഓർത്തത് കൊണ്ടു തന്നെയാണ് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ ബുർദയുടെ തുടക്ക ഭാഗത്തിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇൻഷാ അള്ളാഹ് ചെറിയ രീതിയിൽ വിശദീകരിക്കാം. സാധാരണക്കാർ കേൾവിക്കാരായി ഉള്ളതുകൊണ്ട് കൂടുതൽ കിതാബിന്റെ ഇബാറത്തുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ബുർദയുടെ ആദ്യ വരി, അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമി മസജ്ത ദംഅൻ ജറാ മിൻ മുഖ്ലത്തിൻ ബിദമി. അമിൻ തദക്കുരി ജീറാനിൻ ബിദി സലമിൻ. സലമിലുള്ള, സലം എന്ന മക്കക്കും മദീനക്കും ഇടയിലുള്ള സ്ഥലത്തുള്ള അയൽക്കാരെ ഓർത്തത് കൊണ്ടാണോ മസജ്ത നിങ്ങൾ കൂട്ടിക്കലർത്തിയത്, ദംഅൻ കണ്ണുനീരിനെ, ജറാ ഒലിച്ചിറങ്ങിയതായ കണ്ണുനീരിനെ, മിൻ മുഖലത്തിൻ നിങ്ങളുടെ 2 കൺതടത്തിൽ നിന്നും ഒലിച്ചിറങ്ങിയതായ കണ്ണുനീരിനെ, ബിദമിൻ രക്തവുമായി കൂട്ടിക്കലർത്തിയത്. ബൈത്തിന്റെ അർത്ഥം ഒന്നുകൂടെ ചെറിയ രീതിയിൽ ആദ്യം പറയാം. അമിൻ തദക്കുരി, ഓർത്തതുകൊണ്ടാണോ, ചിന്തിച്ചതുകൊണ്ടാണോ? ആരെ? ജീറാനിൻ, അയൽക്കാരെ. അയൽക്കാരെന്ന് പറഞ്ഞാൽ ഇഷ്ടക്കാരെ, സ്നേഹഭാജനങ്ങളെ. എവിടെയുള്ള? ബിദി സലമിൻ, സലം എന്ന സ്ഥലത്തുള്ളവരായ.
മസജ്ത നിങ്ങൾ കൂട്ടിക്കലർത്തിയത്, ദംഅൻ കണ്ണുനീരിനെ, ജറാ ഒലിച്ചിറങ്ങിയതായ, മിൻ മുഖലത്തിൻ നിങ്ങളുടെ രണ്ട് കൺതടങ്ങളിൽ നിന്നും. എന്തുകൊണ്ട് കൂട്ടിക്കലർത്തിയത്? ബിദമിൻ രക്തവുമായി കൂട്ടിക്കലർത്തിയത്. തദക്കറ യതദക്കറു തദക്കുറൻ. തദക്കുർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ദുക്ർ ദിക്ർ. ദിക്ർ എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് സ്മരിക്കുന്നതിനാണ് ദിക്ർ എന്ന് പറയുക. ദുക്ർ എന്ന് ലൊമ്മ് കൊണ്ട് വായിച്ചാൽ ഖൽബ് കൊണ്ട് ഓർക്കുന്നതിനാണ്, സ്മരിക്കുന്നതിനാണ് ദുക്ർ എന്ന് പറയുക. ഇവിടെ അതിൽ നിന്നും പോന്ന തദക്കുറാവാനാണ് കൂടുതൽ, അങ്ങനെ വക്കലാണ് കൂടുതൽ യോജ്യം എന്ന് ഉംദയിൽ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമിൻ തദക്കുരി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചതുകൊണ്ടാണോ, ഓർത്തതുകൊണ്ടാണോ. ജീറാനിൻ അയൽക്കാരെ എന്ന് പറഞ്ഞാൽ അറാദ ബിഹിം സയ്യിദനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅസ്ഹാബഹു. അയൽക്കാരെ കൊണ്ട് ഇവിടെ ഉദ്ദേശ്യം നബിതങ്ങളും നബിതങ്ങളുടെ സ്വഹാബാക്കളുമാണ്. എവിടെയുള്ള? ബിദീ സലം, സലമിലുള്ള, മൗദിഉൻ ബൈന മക്ക വൽ മദീന, മക്ക മദീനക്കിടയിലുള്ള ഒരു സ്ഥലമാണ് ദൂസലം. അങ്ങനെ മനസ്സിലാക്കൂ. ആദ്യം ഒരു വിശദീകരണ പ്രകാരം, ഒരു വ്യാഖ്യാന പ്രകാരം മക്ക മദീനക്കിടയിലുള്ള സ്ഥലമാണ് ദൂസലം എന്ന് പറയുന്നത്. അത് ഒന്നാകൊരു സ്ഥലപ്പേരാ. ഇനി അവിടെ വേറെ ചില വിശദീകരണങ്ങളൊക്കെയുണ്ട്. ഇമാം ഖർബൂദി റളിയല്ലാഹു അൻഹുവിന്റെ അസ്വീദത്തു ശുഹദ നോക്കിയാൽ പണ്ഡിതർക്ക് അത് കാണാം. ഒരു വിശദീകരണം കൂടെ പറയാം. ദൂസലം എന്ന് പറഞ്ഞാൽ ദി വേറെ, സലം വേറെ. അതായത് സലം എന്ന് പറഞ്ഞാൽ ഒരു തരം ചെടിയാണ്, മുൾച്ചെടി. മുള്ള് നിറഞ്ഞ ഒരു തരം ചെടിക്ക് പറയുന്ന പേരാണ് സലം. അപ്പോ സൂ എന്ന് പറഞ്ഞാൽ പണ്ഡിതർക്കറിയാം സ്വാഹിബിന്റെ മാനക്കുള്ള സൂ. അപ്പൊ എന്താ ഈ അർത്ഥം? അമിൻ തദക്കുരി ജീറാനിൻ അയൽക്കാരെ ഓർത്തതുകൊണ്ടാണോ, ചിന്തിച്ചതുകൊണ്ടാണോ. അയൽക്കാർ എന്ന് പറഞ്ഞാൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളുമാണ്. ബിദീ സലമിൻ സലം വൃക്ഷം ഉള്ള സ്ഥലത്തുള്ള, സലം വൃക്ഷം ഉടയ സ്ഥലത്തുള്ള എന്നായി. സലം വൃക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരം മുൾച്ചെടി, അതിങ്ങനെ തിങ്ങി നിൽക്കുന്ന സ്ഥലം. ആ സ്ഥലത്തുള്ളവരായ അയൽക്കാരെ ഓർത്തത് കാരണമായിട്ടാണോ എന്നായി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബി മക്കാനിൻ ദീ സലമിൻ എന്ന് സങ്കല്പിക്കുക. ജീറാനിൻ അയൽക്കാരെ, എങ്ങനെയുള്ള അയൽക്കാർ? കാഇനീന നിലകൊള്ളുന്നവരായ, ഉള്ളവരായ, ബി മക്കാനിൻ ഒരു സ്ഥലത്ത്, ദീ സലമിൻ എങ്ങനത്തെ സ്ഥലമാണ്? സലമെന്ന മുൾച്ചെടിയുള്ളതായ സ്ഥലം കേട്ടോ. അങ്ങനൊരു വിശദീകരണമുണ്ട്. വേറെയും ചില വിശദീകരണങ്ങൾ അവിടെ ഇമാം ഖർബൂദി റളിയല്ലാഹു അൻഹു തന്റെ അസ്വീദത്തു ശുഹദയിൽ കൊടുത്തിട്ടുണ്ട്. ദംഅൻ കണ്ണുനീരിനെ, ജറാ ഒലിച്ചിറങ്ങിയതായ, മിൻ മുഖലത്തി നിങ്ങളുടെ കൺതടത്തിൽ നിന്നും, ബിദമിൻ രക്തവുമായി കൂട്ടിക്കലർത്തിയത്. അപ്പൊ രക്തവുമായി കണ്ണുനീര് കൂട്ടിക്കലർത്തുക എന്ന് പറഞ്ഞാൽ അത് കിനായത്തു അൻ കസുറത്തിൽ ബുക്കാ, അൻ കസുറത്തിൽ ബുക്കായി, വല്ലാതെ കരയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇത്രയും കൂടുതലായി കരയാനുള്ള കാരണം എന്താണ്? ചോദ്യതാണ്. നിങ്ങൾ കരയാനുള്ള കാരണം എന്താണ്? അത് നിങ്ങളുടെ ഇഷ്ടഭാജനങ്ങളെ, സ്നേഹഭാജനത്തെ, ഇഷ്ടക്കാരെ ഓർത്തത് കാരണമായിട്ടാണോ, ചിന്തിച്ചത് കാരണമായിട്ടാണോ? അവരെവിടെയുള്ള? ദൂസലമിലുള്ള, മക്ക മദീനക്കിടയിലുള്ള ഒരു സ്ഥലമാണ് ദൂസലം എന്ന് നമ്മൾ പറഞ്ഞു ഒരു വിശദീകരണ പ്രകാരം. മറ്റൊരു വിശദീകരണ പ്രകാരം സലം എന്ന് പറഞ്ഞാൽ ഒരു തരം മുൾച്ചെടിയാണ്. ആ മുൾച്ചെടി നിലകൊള്ളുന്ന സ്ഥലത്തുള്ളവരായ അയൽക്കാരെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ച് ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളുമാണ്. അപ്പൊ അവരെ ചിന്തിച്ച് അങ്ങനെയാണല്ലോ, ഇഷ്ടക്കാരെ ചിന്തിക്കുമ്പോ കരച്ചിൽ വരും. തദക്കർതു അയ്യാമൻ ലനാ വ ലയാലിയ മദത് വജറത് മിൻ ദിക്രിഹിന്ന ദുമൂഉ എന്ന് കവി പറഞ്ഞില്ലേ. അപ്പോ ആശയം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി വിശദീകരണം ബൈത്തുകൾ നാളെ മുതൽ കൃത്യമായി പറയാം. ചെറിയ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. പണ്ഡിതന്മാർ ആ ഭാഗത്ത് ബുർദയുടെ ശുറൂഹകൾ ശ്രദ്ധിക്കണം. അസ്വീദത്തു ശുഹദയിൽ ഖർബൂദി റളിയല്ലാഹു അൻഹു വിശദമായി പറഞ്ഞിട്ടുണ്ട്.
ബാജൂരിയിൽ ഹഷിയത്തുൽ ബാജൂരിയിൽ ഇമാം ബാജൂരി റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.